വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ. ഇന്ത്യ അറ്റ് ഗ്ലാൻസ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിൽ അവർ കൺട്രി ഇന്ത്യ 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. എന്താണ് നമ്മുടെ ഇന്ത്യ? എന്താണ് 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ്. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ഏഷ്യ. നമുക്കറിയാം ഏഷ്യയിലാണ് നമ്മുടെ ഇന്ത്യ നിൽക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ തന്നെ നാച്ചുറൽ ഡിവിഷൻസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? നോർത്തേൺ മൗണ്ടൻസ്, നോർത്തേൺ പ്ലെയിൻസ്, ഗ്രേറ്റ് ഇന്ത്യ ഡെസേർട്ട്, പെൻസുലാർ പ്ലാറ്റ്യൂസ്, കോസ്റ്റൽ പ്ലെയിൻസ്, ഐലൻഡ്. ഇതൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ ഡിവിഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് അതെന്താണ്? നോർത്തേൺ മൗണ്ടൻസ്, നോർത്തേൺ പ്ലെയിൻസ്, ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്, കോസ്റ്റൽ പ്ലെയിൻസ്, പെൻസുലാർ, ഐലൻഡ്സ്. ഇനി പൊളിറ്റിക്കൽ ഡിവിഷൻസിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? 28 സ്റ്റേറ്റ്സ് ഉണ്ട്. എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്? 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഇന്ത്യയിൽ അപ്പോൾ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? 28 സ്റ്റേറ്റ്സ് ഉണ്ട്. എത്ര യൂണിയൻ ടെറിട്ടറി ഉണ്ട്? 8 യൂണിയൻ ടെറിട്ടറി ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ എന്താണ്? നാഷണൽ ആന്തം. ഫസ്റ്റ് നമ്മൾ എന്താണ് നോക്കേണ്ടത്? നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ആന്തം ജനഗണമന അല്ലേ? നമുക്കറിയാം നമ്മുടെ നാഷണൽ ആന്തം എന്താണ്? ജനഗണമന. എല്ലാ സ്കൂളിലും ജനഗണമന നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ നാഷണൽ ആന്തം നമുക്ക് എവിടെ കേട്ടാലും നമ്മൾ എന്താ പറയുക, കീപ് ക്വയറ്റ് ആൻഡ് സ്റ്റാൻഡ് സ്ട്രൈറ്റ് എന്നാണ് പറയുന്നത് അല്ലേ? നമ്മൾ എവിടെ ആ ഒരു നാഷണൽ ആന്തം നമ്മൾ കേൾക്കുന്നത് നമ്മൾ അവിടെ സ്റ്റാൻഡ് അറ്റൻഷനായിട്ട് we must need to be stand attention on our national anthem. That's our respect. Okay, the national anthem of India was written by Rabindranath Tagore ആയിരുന്നു നാഷണൽ ആന്തം ജനഗണമന എഴുതിയത്. The song consists of 5 stanzas. We sang only 5 first stanza for this song as a national anthem. We must all stand in attention when we hear our national anthem begin, sung or played. നമ്മൾ എവിടെയായാലും നമ്മുടെ നാഷണൽ ആന്തം നമ്മൾ കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്താൽ നമ്മളവിടെ എന്തായിരിക്കണം? വി നീഡ് ടു സ്റ്റാൻഡ് ഇൻ അറ്റൻഷൻ. ഓക്കെ, അപ്പോൾ ജനഗണമന എഴുതിയത് ആരായിരുന്നു ചോദിച്ചാൽ എന്താണ്? രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ്? ട്രൈ കളർ ഓർ ട്രയാങ്ക് എന്നാണ് പറയുന്നത്. ട്രൈ കളർ എന്നാണ് ഒരുപാട് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ കേട്ട് വരുന്നതല്ലേ? 3 വ്യത്യസ്ത തിരങ്ക. ട്രൈ കളർ എന്ന് പറയുമ്പോൾ എന്താണ്? തിരങ്ക. അവർ നാഷണൽ ഫ്ലാഗ് ഈസ് റെക്റ്റാങ്കുലർ ഇൻ ഷേപ്പ്. നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? റെക്റ്റാങ്കുലർ ആണ്, വിത്ത് ഹൊറിസോണ്ടൽ ബാൻഡ്സ്. ഹൊറിസോണ്ടൽ ബാൻഡ്സിൽ റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരുന്നതാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ്. അതിൻ്റെ കളേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സാഫ്രോൺ. സാഫ്രോൺ കളർ സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെങ്ത് ആൻഡ് കറേജ്. സാഫ്രോൺ കളറിൻ്റെ പ്രത്യേകത എന്താണ്? സ്ട്രെങ്ത് ആൻഡ് കറേജ്, ധൈര്യവും ബലവുമാണ് നമ്മുടെ സാഫ്രോണിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ വൈറ്റ്. വൈറ്റ് ഇൻഡിക്കേറ്റ് പീസ് ആൻഡ് ട്രൂത്ത്. വൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? സത്യസന്ധതയും സമാധാനവും. നെക്സ്റ്റ് എന്താണ്? ഗ്രീൻ കളർ. ഗ്രീൻ കളർ സ്റ്റാൻഡ് ഫോർ ഗ്രോത്ത് ആൻഡ് ഫെർട്ടിലിറ്റി. നമ്മുടെ ഹരിത വിപ്ലവം അല്ലേ? ഹരിതം നിറഞ്ഞ പശ്ചാത്തലത്തിലുള്ള നമ്മൾ എന്ന് പറയുന്നത് ഗ്രീൻ കളർ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ കേരളം ഫുള്ള് തന്നെ ഹരിതമല്ലേ? ഇന്ത്യയിൽ ഫുള്ളും തന്നെ ഒരുപാട് ഹരിതങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്രീൻ സ്റ്റാൻഡ്സ് ഫോർ ഗ്രോത്ത് ആൻഡ് ഫെർട്ടിലിറ്റി. നെക്സ്റ്റ് ബ്ലൂ. നേവി ബ്ലൂ വീൽ. ഇറ്റ് ഹാസ് 28 സ്പോക്സ്. 24 എന്തുണ്ട്? ചക്രങ്ങളിൽ 24 ചക്രങ്ങളുടെ വലയങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ തിരങ്ക, our national flag, it's a rectangular shape. The rectangular shape with the horizontal bands. First one saffron, white and green. Navy blue indicates on the നേവി. അതിൻ്റെ നമ്മുടെ എന്താണ്? അശോക ചക്രയുടെ കളർ എന്താണ്? ഇറ്റ്സ് നേവി ബ്ലൂ. അടുത്ത നാഷണൽ എംബ്ലത്തിലോട്ട് പോവുകയാണ്. നെക്സ്റ്റ് നാഷണൽ എംബ്ലം ഹാസ് ബീൻ ടേക്കൺ ഫ്രം ദ ലയൺ ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഓഫ് കിങ് ഓഫ് അശോക കിങ് അതിൻ്റെ കിങ്ങിനെയാണ്, ലയണിനെയാണ് നമ്മൾ എന്തായിട്ട് മാറ്റിയിരിക്കുന്നത്? നാഷണൽ എംബ്ലമായിട്ട് മാറ്റിയിരിക്കുന്നത്. ഇറ്റ് ഹാസ് 4 ലയൺസ് സ്റ്റാൻഡിങ് ബാക്ക് ടു ബാക്ക്. 4 ലയൺസ് ഒരുമിച്ച് ബാക്ക് ടു ബാക്ക് ആയിട്ട് നിൽക്കുന്ന 4 ലയൺസിനെയാണ് നമ്മളത് സൂചിപ്പിക്കുന്നത്. ബട്ട് വി ക്യാൻ ഓൺലി 3 ലയൺ അറ്റ് എ ടൈം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? 3 ലയണിനെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ ഒരു പിക്ചർ ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് കണ്ണിൽ എന്താണ്? 3 ലയണിനെ മാത്രമേ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. പക്ഷേ അത് അങ്ങനെയല്ല. ഇറ്റ് ഹാസ് 4 ലയൺ. 4 ലയൺസാണ് ഒരുമിച്ച് നിൽക്കുന്നത്. ഫസ്റ്റ് ആൻ എലിഫൻറ്റ്, and galloping horse, a bull and a lion are carried on the platform. The word Satyame Jayade, meaning truth alone triumphs, are carved below the platform.
എന്ന് നോക്കിക്കേ, ആ ചക്രത്തിന് തൊട്ട് താഴെ തന്നെ നമുക്ക് കാണാൻ ഒരു ഹോഴ്സ് ഉണ്ട്, ഒരു എലിഫൻ്റ് ഉണ്ട് ഇല്ലേ, അതിന് തൊട്ട് മുകളിലായിട്ട് എന്തുണ്ട്, നമ്മുടെ ലയണും നിൽക്കുന്നുണ്ട്. ഈ ഒരു വേർഡ്സ് എന്താണ്, ഈ ഒരു പ്ലാറ്റ്ഫോം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? സത്യമേ ജയതേ, ട്രൂത്ത് അലോൺ ട്രെൻഡ്സ് എന്നാണ് നാഷണൽ എംബ്ലത്തിൻ്റെ മെസ്സേജ് എന്ന് പറയാം. നെക്സ്റ്റ് നാഷണൽ ഫ്ലവർ. നാഷണൽ ഫ്ലവർ എന്താണ്? ലോട്ടസ് ഈസ് അവർ നാഷണൽ ഫ്ലവർ. The lotus is the national flower of India. This flower occupies a special position in Indian culture. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ തന്നെ ലോട്ടസിന് വല്ലാത്തൊരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ പൊസിഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് ബീൻ പാർട്ട് ഓഫ് ഇറ്റ്സ് ആർട്ട് ആൻഡ് ഹിസ്റ്ററി സിൻസ് ദ ഓൾഡൻ ടൈംസ്. നമ്മുടെ ചരിത്രത്തിലായാൽ തന്നെ, നമ്മുടെ കലാരൂപത്തിലായാൽ തന്നെ, നമ്മുടെ സ്ട്രക്ചേഴ്സിലായാൽ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് നമ്മൾ എന്തിനു കൊടുത്തിട്ടുണ്ട്? ലോട്ടസിന് കൊടുത്തിട്ടുണ്ട്. Next, national song Vande Mataram. The national song of India was written by Bankim Chandra Chattopadhyay, also Chatterjee. The song was composed in Sanskrit. നാഷണൽ എന്ന വന്ദേ മാതരം എന്താണ്? നമ്മുടെ ബക്കിംഹം ചാറ്റർജിയാണ്. ബക്കിം ചന്ദ്ര ചാറ്റർജി എന്നാണ് നമ്മൾ പറയുന്നല്ലേ. ബക്കിം ചന്ദ്ര ചാറ്റോപഡിയ, ആൾസോ ചാറ്റർജി, ഈസ് കമ്പോസ്ഡ് ബൈ ദ സോങ് വന്ദേ മാതരം. ഈസ് റിട്ടേൺ ബൈ ദിസ് ലാംഗ്വേജ് ഈസ് സാൻസ്ക്രിറ്റ്. നെക്സ്റ്റ് നാഷണൽ അനിമൽ എന്താണ്? റോയൽ ബംഗാൾ ടൈഗർ ആണ് നമ്മുടെ നാഷണൽ അനിമൽ. ദ റോയൽ ബംഗാൾ ടൈഗർ ഈസ് നാഷണൽ അനിമൽ ഓഫ് ഇന്ത്യ. ദിസ് മാഗ്നിഫൈഡ് ടൈഗർ റെപ്രസെൻറ്റ് ദ ക്വാളിറ്റീസ് ഓഫ് ഗ്രേസ്. അതിൻ്റെ ക്വാളിറ്റീസ് ഓഫ് അതിൻ്റെ ഒരു ഗ്രേസ്, ആ ഒരു ക്വാളിറ്റീസ് ഓഫ് ഗ്രേസ്, പവർ ആൻഡ് സ്ട്രെങ്ത് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റോയൽ ബംഗാൾ ടൈഗറിന് പറയുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ടഡ് പ്രൊട്ടക്റ്റഡ് ഇൻ ദ നാഷണൽ പാർക്സ് ഓഫ് ദ സെഞ്ച്വറീസ് ഇൻ ഇന്ത്യ സച്ച് ആസ് ഓർബൻ നാഷണൽ പാർക്ക്. ഉത്തരാഖണ്ഡിലാണ് മെയിൻലി നമ്മൾ എന്ത് കാണപ്പെടുന്നത്? റോയൽ ബംഗാൾ ടൈഗറിനെ കാണപ്പെടുന്നത്. ഓക്കെ, സോ അവർ നാഷണൽ ഫ്ലവർ എന്താണ്? ലോട്ടസ്. നാഷണൽ എംബ്ലം പഠിച്ചു, നാഷണൽ ഫ്ലവർ നോക്കി, നാഷണൽ സോങ് വന്ദേ മാതരം, നാഷണൽ ആനിമൽ റോയൽ ബംഗാൾ ടൈഗർ. ഓക്കെ, നെക്സ്റ്റ് നാഷണൽ ബേർഡ് എന്താണ്? പീകോക്ക്. ദ ഇന്ത്യൻ peacock is national bird of India. It is large, brightly colored bird with a long blue green tail feather. നമുക്കറിയാം, നമ്മൾ എന്താ പറയുക, നമ്മൾ പീകോക്കിൻ്റെ ഏറ്റവും വലിയ ഫെദറാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതല്ലേ. ടെയിൽസിൻ്റെ ആ ഒരു ഫെദർ എങ്ങനെയാണ്? ബ്ലൂ ഗ്രീൻ ടെയിൽ ഫെദേഴ്സാണ്. ഇറ്റ് വാസ് എ മിക്സഡ് കളർ കോമ്പിനേഷൻ. ഇറ്റ് ഈസ് എ സ്പെക്ടാക്കുലർ സൈറ്റ് ടു സീ എ ബ്യൂട്ടിഫുൾ പീകോക്ക്. നമുക്ക് ആ ബ്യൂട്ടിഫുൾ കാണുമ്പോൾ, ആ ഒരു പീകോക്കിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സൈറ്റാണ് അല്ലേ. ആൻഡ് ഫാൻ ഔട്ട് ഇറ്റ്സ് ഫെദേഴ്സ് ഇൻ ഡിസ്പ്ലേ. ദിസ് ബ്യൂട്ടിഫുൾ ബേർഡ് ഈസ് ഫൗണ്ട് മെനി പാർട്സ് ഓഫ് ഇന്ത്യയുടെ ഒരുപാട് പ്രദേശങ്ങളിൽ നമുക്ക് പീകോക്കിനെ കാണാനായിട്ട് സാധിക്കുന്നു. സോ ദാറ്റ്സ് വൈ നാഷണൽ ബേർഡ് ഈസ് പീകോക്ക്. നാഷണൽ ട്രീ എന്താണ്? ദ ഇന്ത്യൻ ഫിഗ് ട്രീ. ഇന്ത്യൻ ഫിഗ് ട്രീ കോമൺലി നോൺ ഹാസ് ദ ബനിയൻ ട്രീ. ഫിഗ് ട്രീ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബനിയൻ ട്രീ ആയിട്ട് പറയുന്നത്. ഇറ്റ്സ് കോമൺലി നോൺ ഹാസ് ബനിയൻ ട്രീ ഈസ് ദ നാഷണൽ ട്രീ ഓഫ് ഇന്ത്യ. The branches of this tree root themselves like a new trees over a large area. The root then give rise to more trunks and branches. Banyan trees have the ability to grow and serve for centuries. Therefore, this tree is considered immortal and such as integral part of the Indian culture. So, national tree എന്താണ്? Fig tree or banyan tree. നെക്സ്റ്റ് നാഷണൽ കറൻസീസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇന്ത്യൻ റുപ്പി ഈസ് ദ നാഷണൽ കറൻസീസ് ഓഫ് ഇന്ത്യ. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ ദ ഇൻസെക്യൂൻസ് ഓഫ് ദ കറൻസി ഇൻ ദ കൺട്രി. ദ ന്യൂ റുപ്പി സിംബൽ ഈസ് ലൈക്ക് ദിസ് ഹു അഡോപ്റ്റഡ് ഇൻ 2012. 2012 നമ്മൾ എന്താണ് ഇന്ത്യൻ റുപ്പിയുടെ ഈ ഒരു സിംബൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നാഷണൽ കറൻസി എവിടെ നിന്നാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കൺട്രോളിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന റിലീജിയസ് ഫെസ്റ്റിവലിനെ പറ്റിയാണ് കേട്ടോ. പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻ ലീവ് ഇൻ ഇന്ത്യ. ദസ് മെനി റിലീജിയൻ ഫെസ്റ്റിവൽസ് ആർ സെലിബ്രേറ്റഡ് ഓൾ അറൗണ്ട് ദ ഇയർ. ഓരോ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്സിലും ഓരോരോ ഇന്ത്യ ഫെസ്റ്റിവൽസ് ആയിരിക്കും അല്ലേ. അവിടുത്തെ നമ്മുടെ എന്താ പറയുക, കേരളത്തിലാണെങ്കിൽ ഇപ്പം നമുക്ക് ഓണമാണ് നാഷണൽ ഫെസ്റ്റിവലായിട്ട് നമ്മൾ ഇതാക്കുന്നത്. പക്ഷേ ഓരോന്നിലും ഓരോരോ രീതിയിലുള്ള ഓരോ ഫെസ്റ്റിവൽസ് ഉണ്ട്. ഫസ്റ്റത്തെ ഫെസ്റ്റിവൽ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണ്? ഹോളിയാണ്. ഹോളി ഈസ് സെലിബ്രേറ്റ് ടു മാർക്ക് ദ ബിഗിനിങ് ഓഫ് എ സ്പ്രിങ് സീസണിലാണ് ഏറ്റവും കൂടുതൽ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത്. On this day, people visit each other's house and play with colored powder or gulal and color powder. എന്താ പറയുക, കൂടുതൽ കളർ പൗഡേഴ്സ് വെച്ചിട്ടായിരിക്കും ഹോളി അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കളേഴ്സ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് അവരുടെ ഹാപ്പിനെസ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സ്പ്രെഡ് ചെയ്യുന്നത്. ആൻഡ് ദേ ഈറ്റ് സ്വീറ്റ്സ് ലൈക്ക് ഗുൽജിയ. In many parts of the country,
Holika Danma or burning the holy prayers. Holy prayers is held with the significance of victories of good or over evil. ഒരുപാട് പ്രദേശങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ഒരുപാട് പാർട്സിൽ തന്നെ ഹോളി ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗുൽജിയ ഇസ് മെയിൻ പാർട്ട് ഓഫ് അവർ സ്വീറ്റ്സ് ആണ്. ദബാൻ ബേണിങ് എന്താ പറയുക, ഒരു 10 തലയുള്ള രാവണനെ ഉണ്ടാക്കിയിട്ട് ആ ഒരു പ്രതിമയെ കത്തിക്കുന്ന ഒരു സമ്പ്രദായവും അത് എന്താ പറയുക, അതൊരു നല്ല ബാഡ് ഇവൾസിൻ്റെ കൈയൊന്നും വിടാതിരിക്കാൻ വേണ്ടി അത് നല്ലതിന് വേണ്ടി എന്ന് കരുതിയാണ് ഒരു ഹോളി ആ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് Eid al-Fitr or Eid al-Zuha are two main Eid celebrated in India. Eid al-Fitr marks the end of the month-long fasting. ഒരു മാസത്തെ വലിയൊരു വ്രതത്തിന് ശേഷമാണ് നമ്മൾ നമ്മൾ ആഘോഷിക്കുന്ന ഈദ് ഉൽ ഫിത്തർ. ഫാസ്റ്റിംഗ് നമുക്ക് നോമ്പെടുത്തതിന് ശേഷമായിരിക്കും നമുക്ക് ഈദ് ഉൽ ഫിത്തർ നമ്മൾ സെലിബ്രേറ്റ് നോൺ ഹാസ് റംസാൻ എന്ന് പറയും. പീപ്പിൾ ഓഫർ പ്രയേഴ്സ് ഓഫ് നമസ് ടുഗദർ അറ്റ് എ മോസ്ക്. എന്താണ്, ജനങ്ങളെല്ലാവരും തന്നെ 5 നേരം നമസ്കരിക്കുകയും മോസ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് റംസാന് വേണ്ടി. അതിന് ആ ഒരു ഫെസ്റ്റിവലിനാണ് നമ്മളെന്ന് പറഞ്ഞാൽ ഈദ് ഉൽ ഫിത്തർ എന്ന് പറയുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ദേ വെയർ ന്യൂ ക്ലോത്ത്സ്, ഈറ്റ് റിവാൻസ് ആൻഡ് ചിൽഡ്രൻ ഗേവ് ഈദി ഓർ മണി ആൻഡ് ഗിഫ്റ്റ്. കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, ചെറിയ രീതിയിലുള്ള സമ്മാനങ്ങൾ കൊടുക്കുകയും അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് ചെറിയൊരു പൈസ കൊടുക്കുകയും ന്യൂ ക്ലോത്ത്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കുന്നതാണ് ഈദ് ഉൽ ഫിത്തർ അല്ലെങ്കിൽ ഈദ് ഉൽ സുഹ എന്ന് പറയുന്നത്. ദുക്ഷര സെലിബ്രേറ്റ് ദി വിക്ടറി ഓഫ് ലോർഡ് രാമ ഓർ രാവണ. ലോർഡ് രാമയും ലോർഡ് രാവണയും തമ്മിലുള്ള ഒരു യുദ്ധത്തിനാണ് നമ്മൾ എന്താ പറയുക, ദുക്ഷര എന്ന് പറയണം. ഓഫ് ഇഫൻസ് ഓഫ് രാവണ, ഹിസ് ബ്രദർ കുംഭകമ്മ ആൻഡ് that his son Meghnad and burned in the open area of Dukshara. In some parts of our country, it's celebrated Vijayadashmi, which marks the victory of goddess Durga or Mahishwara in the Devon. ചിലയിടത്ത് ദുക്ഷര എന്ന് പറഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു, ചിലയിടത്ത് വിജയദശമി എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ്. മിക്കതും നമ്മൾക്ക് ഇന്ത്യയിൽ വിജയദശമി എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ദീപാവലി എങ്ങനെയാണ്? ദീപാവലി ഇസ് ആൾസോ നോൺ ആസ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ദീപാവലി എന്താണ്? ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ആണല്ലേ. എല്ലായിടത്തും തന്നെ ദീപങ്ങളിങ്ങനെ കത്തിച്ച് വെച്ച് വയ്ക്കുകയും മെഴുകുതിരി സന്ദേശം കത്തിച്ച് വെച്ച് നമ്മൾ വീടിന് ഫുള്ളും ചുറ്റും കത്തിച്ച് വെച്ചൊക്കെയാണ് നമ്മൾ എന്ത് ആഘോഷിക്കുന്നത്, ദീപാവലി കോമൺലി വി ഷുഡ് സെലിബ്രേറ്റഡ്. പീപ്പിൾ വർഷിപ്പ് ഗുഡ്നെസ് ഓഫ് ലക്ഷ്മി ഓൺ ദിസ് ഡേ. ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത എന്താണ്? ലക്ഷ്മി ദേവിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വർഷിപ്പ് നടത്തുന്നത്. ക്ലീൻ ദെയർ ഹൗസ് ആൻഡ് ഡെക്കറേറ്റ് ദം വിത്ത് ദീപാസ്, ലാംപ്സ് ആൻഡ് റംഗോലീസ്. ഒരുപാട് നമ്മൾ ഹൗസ് എല്ലാം തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ദിയാസ് വെച്ചിട്ടും ലാംപ്സ് കത്തിച്ചും റംഗോലിയൊക്കെ ഇട്ടൊക്കെയാണ് നമ്മൾ സ്വീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മധുരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നൽകിയാണ് നമ്മൾ ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? ക്രിസ്മസ് സെലിബ്രേറ്റഡ് ഓൺ 25th December, വിച്ച് മാർക്സ് ദ ബർത്ത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്ത്ഡേ ആയിട്ടാണ് നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ക്രിസ്മസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സ്പെഷ്യൽ പ്രയേഴ്സ് ആർ ഹെൽഡ് ഇൻ ദ ചേർച്ചസ്. സ്പെഷ്യൽ പ്രയേഴ്സൊക്കെ ചർച്ചിൽ ഉണ്ടാകുന്നതായിരിക്കും. അറ്റ് നൈറ്റ് ആൻഡ് ഇൻ ദ മോർണിംഗ് ഓൺ ക്രിസ്മസ് ഡേ പീപ്പിൾ സിങ് Christmas carols and decorate their houses of Christmas tree and also exchange their gifts. ക്രിസ്മസ് ഡേ എന്തായിരിക്കും? ക്രിസ്മസ് ട്രീ നമ്മൾ വെക്കുകയും ഡെക്കറേറ്റ് ചെയ്യുകയും സ്റ്റാർസ് ഇടുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്, ഗിഫ്റ്റ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് ഇല്ലേ ക്രിസ്മസ്. പിന്നെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ അടുത്ത ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്തൊക്കെയാണ്? ദ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഇസ് എ പ്രോസസ് ഓഫ് ഗ്യാദറിങ് റൈപ്പ് ക്രോപ്സ്. റൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടിങ് ക്രോപ്സ്. നമ്മൾ റൈസ് കട്ട് ചെയ്ത് ഹാർവസ്റ്റിംഗ് ഇൻ ദ ഫീൽഡ്, അതാണ് ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ദ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഈസ് എ ജോയ്ഫുൾ ആനുവൽ സെലിബ്രേഷൻ ദാറ്റ് ഹാസ് ടേക്ക് പ്ലേസ് വെൻ ദ ക്രോപ്സ് ആസ് എ റിലീജിയൻ ആൻഡ് ഹാർവസ്റ്റ്. ഓക്കെ. ഇനി ലോഹറി ഈസ് ദ സെലിബ്രേറ്റഡ് ഇൻ ദ നോർത്ത് ഇന്ത്യ, മെയിൻലി ഇൻ പഞ്ചാബ് ആൻഡ് ഹരിയാന. ലോഹറി എവിടെയാണ് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? പഞ്ചാബിലും ഹരിയാനയിലുമാണ് കേട്ടോ. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ മന്ത് ഓഫ് ജാനുവരിയിലാണ്. പീപ്പിൾ സെലിബ്രേറ്റ് വിത്ത് ബോൺ ഫയേഴ്സ് ആൻഡ് ട്രഡീഷണൽ ഡാൻസ് ആൻഡ് മ്യൂസിക്. ഒരു ബോൺ ഫയേഴ്സ് ഉണ്ടാക്കിയും ഡാൻസ് പാട്ടിലും ഒക്കെയാണ് ആ ഒരു ലഹരി അവർ ആഘോഷിക്കുന്നത്. ഇറ്റ്സ് റൈപ്സ് ദെയർ ഹാർവസ്റ്റ് അല്ലേ. ഫീൽഡിൽ നിന്നും റൈപ്പ് ചെയ്ത് ഹാർവസ്റ്റ് എടുക്കുന്ന ആ ഒരു ഫെസ്റ്റിവലിനാണ് ലഹരി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാക് or Bohali Bihu is a harvest festival celebrated in Assam, which marks ending the harvesting season. It is celebrated the month of January and organizing feast and bonfires. ജനുവരി സീസണിൽ അവസാനം
ആണ് ഈ ഒരു ഫെസ്റ്റിവൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. എന്താണത്? ഹാർവസ്റ്റിംഗ് ബോൺഫയർസ് ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ ഈ ഒരു സെലിബ്രേഷൻ നടത്തുന്നത്. കൂടുതലും ആസാമിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ കണ്ടുവരുന്നത്. നെക്സ്റ്റ് ഓണം. Onam is celebrated to welcome the harvest season in Kerala. It is celebrated for 10 days during the Malayalam month of Chingam, August to September. Onam is celebrated with boat rice, Kathakali and a masked tigers dance, a food spread of a seasonal vegetable and special sweets made a jaggery and a coconut are eaten on this festival. എന്താ പറയുക, ഓണം നമ്മൾ 10 ദിവസമാണ് ആഘോഷിക്കുന്നതല്ലേ. ചിങ്ങം 1 മുതൽ അത്തം 10 വരെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ഓണം ഫെസ്റ്റിവൽ സീസൺ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഓണത്തിനോടനുബന്ധിച്ച് എന്തൊക്കെയുണ്ട്? വള്ളംകളി കാണും, കഥകളി, പുലിയാട്ടം, അങ്ങനെ ഒരുപാട് റിച്വൽസ് ഫെസ്റ്റിവൽ നമ്മൾ ഓണത്തിന് സെലിബ്രേറ്റ് ചെയ്യണം. അതിന് ഏറ്റവും കൂടുതൽ ഒഴിച്ചിടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ സദ്യ. നല്ല രീതിയിലുള്ള 18 കൂട്ടങ്ങൾ വെച്ചുള്ള ഒരു സദ്യ, 3 കൂട്ടം പായസങ്ങളും എല്ലാം തന്നെ നിരത്തിയൊരു സദ്യയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പറയാം. ഓക്കെ, നെക്സ്റ്റ് പൊങ്കൽ. പൊങ്കൽ ഈസ് സെലിബ്രേറ്റഡ് ഫോർ 4 days ഇൻ ദ മന്ത് ഓഫ് ജനുവരി ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് പൊങ്കൽ കൂടുതലും സെലിബ്രേറ്റ് ചെയ്ത് വരുന്നത്. എപ്പോഴാണ്? ജനുവരിയിൽ 4 days ആണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എ സ്പെഷ്യൽ ഡിഷ് മെയ്ഡ് വിത്ത് റൈസ് ആൻഡ് ജാഗർ ആൻഡ് മിൽക്ക് കോൾഡ് പൊങ്കൽ. പൊങ്കലിന് അവർ കുക്ക് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ തരമായിട്ടുള്ളൊരു എന്ന് വെച്ചാൽ റൈസും ജാഗറും കൂടെ ചേർന്നിട്ടുള്ളൊരു ആൻഡ് കോക്കനട്ട് ഓയിലും കൂടെ ചേർന്നിട്ടുള്ളൊരു മിക്സഡ് വെർഷൻ ഓഫ് ഒരു ഫുഡാണ് അവർ കുക്ക് ചെയ്യുന്നത്. ഓക്കെ, cooked with during the festival. People also decorate cows and bulls and put grand lines of the flowers around their necks. Peoples അതുപോലെ തന്നെ കൗസിനെയും ബുൾസിനെയും തന്നെ നല്ല രീതിയിൽ ഫ്ലവേഴ്സും അതിൻ്റെ നെക്സിലൊക്കെ നല്ല രീതിയിലുള്ള നെക്സിൽ ഫ്ലവേഴ്സോട് ചേർന്നിട്ടുള്ള വലിയ മാലയൊക്കെ ഇട്ടായിരിക്കും ആ ഒരു ഡെക്കറേഷനിലൂടെ ആയിരിക്കും നമ്മുടെ പൊങ്കൽ സീസൺ അവർ എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തീം എന്താണ്? അവർ കൺട്രിയാണ്. അല്ല എന്താ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ ആൻഡ് ദ ഫുഡ് ആൻഡ് ക്ലോത്ത്സ്. ഒരു ഫുഡും ക്ലോത്ത്സൊക്കെ എന്ന രീതി ഏതൊക്കെ രീതിയിലാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകണം. നോർത്ത്, പിക്ചർ ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, ഓക്കെ ഒന്ന് സൂം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൽഹിയിൽ നോക്കിയ രാമാട്ട് റൈസ്, നമ്മുടെ പഞ്ചാബിൽ നോക്കിയ മക്കി കി റൊട്ടി ആൻഡ് സാസ്ട്രോൺ കാ സാക്ക്. ഇനി കാശ്മീരിൽ ദം ആലു ദം ആലു, ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ഇനി ഉത്തർപ്രദേശിൽ നോക്കിക്കേ ഗലോട്ടി കബാബ്. ഇനി നോർത്ത് സൗത്തിലോട്ട് വരികയാണെങ്കിൽ അപ്പം കേരളത്തിൽ, മൈസൂർ മസാല ദോശ കർണാടക, ഇനി ഹൈദരാബാദ് ബിരിയാണി ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും, ചെട്ടിനാട് ചിക്കൻ കറി തമിഴ്നാട്. ഇനി ഈസ്റ്റിലോട്ട് വന്നേ പൂരി ആൻഡ് ആലു ബാജി വെസ്റ്റ് ബംഗാൾ, സോർ ഫിഷ് കറി ആസാം, ഇറോബ മണിപ്പൂർ, ലിറ്റി ചോക്ക ബീഹാർ. ഇനി വെസ്റ്റിലോട്ട് വന്നേ വെസ്റ്റിലോട്ട് വന്നേ ബായ്ദ ജുമ രാജസ്ഥാൻ, മിസി പാവ് മഹാരാഷ്ട്ര, ദോക്ല ഗുജറാത്ത്, കോൻഹ ഫിഷ് കറി ഗോവ. ഇനി അതുപോലെ തന്നെ ഫേമസ് സ്വീറ്റ്സ് ഫ്രം അക്രോസ് ദ കൺട്രിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? രസഗുള വെസ്റ്റ് ബംഗാൾ, ബിബിൻക ഗോവ, ഗിവീർ രാജസ്ഥാൻ, മൈസൂർ പാക്ക് കർണാടക. ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ഫുഡ് എന്ന് പറയുന്നത് അല്ലേ. ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഡിഷസാണ്. ഓരോ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റിലുള്ള ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു പോർഷൻസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്. ജസ്റ്റ് ഹാസ് ഇന്ത്യൻസ് ആൻഡ് ഹാവ് വെറൈറ്റി ഓഫ് ഫുഡ് ഹാബിറ്റ്സ്, ദേ ഹാവ് ആൾസോ ഡിഫറെൻറ്റ് വേസ് ടു ഡ്രസ്സിങ്. ഫുഡ് ഹാബിറ്റ്സ് ഓരോയിടത്തും ഓരോ രീതിയിലുള്ള പോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഡ്രസ്സിങ്ങും ഉണ്ട്. നമുക്ക് നോക്കാമൊന്ന് സൂം ചെയ്യാമേ ഒന്ന്. ഓക്കെ, കാശ്മീരി ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടോ. ഓക്കെ, നെക്സ്റ്റ് പഞ്ചാബ്, ഹരിയാന, എല്ലായിടത്തും എൻ്റെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ കേരള, തമിഴ്നാട് കണ്ടോ, ആന്ധ്രാപ്രദേശ് കണ്ടോ, വെസ്റ്റ് ബംഗാൾ, ആസാം, മിസോറാം, രാജസ്ഥാൻ, ഗോവ, മഹാരാഷ്ട്ര. സോ ഇതൊക്കെയാണ് ഓരോ രീതിയിലുള്ള ഇന്ത്യയിൽ ഡിവൈഡഡ് ആയിട്ടുള്ള വേവ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് വേ ടു ഡ്രസ്സിങ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിയത് വെറൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഫുഡ് ഹാബിറ്റ്സും. ഇവിടെ നോക്കുന്നത് എന്താണ്? വേ ടു ഡ്രസ്സിങ് സ്റ്റൈലാണ്. ഓക്കെ, നെക്സ്റ്റ് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ ഫെസ്റ്റിവൽ. നാഷണൽ ഫെസ്റ്റിവലിനെ പറ്റിയാണ് കേട്ടോ. നാഷണൽ ഫെസ്റ്റിവൽസ് ആർ സെലിബ്രേറ്റഡ് ഓൾ അക്രോസ് ഇന്ത്യ ടു റിമെമ്പർ സം ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് ഓഫ് അവർ ഹിസ്റ്ററി. The 3 national festivals we celebrated has Republic Day, Independence Day and Gandhi Jayanti. Okay,
നാഷണൽ ഫെസ്റ്റിവൽസ് എന്തൊക്കെയാണ്? നാഷണൽ ഫെസ്റ്റിവൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പല രീതിയിലും ആഘോഷിക്കുന്നതല്ലേ. അതിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, ഗാന്ധി ജയന്തി. അതിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണം മാത്രമാണ് കേട്ടോ ഇവിടെ. റിപ്പബ്ലിക് ഡേ എന്താണ്? The Constitution of Day, which contained laws of the country, came into effect on 26th January 1915. This day is celebrated every year as a Republic Day. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് പല രീതിയിലുള്ള ലോസും എല്ലാം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ടുള്ള റിഡംസും ആൻഡംസും ഒക്കെ വന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അതെപ്പോഴാണ്? 26 ജാനുവരി 1915 അത് പ്രാബല്യത്തിൽ വന്നത്. നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ നോക്കിക്കേ. India was ruled by the British for many years. After a long struggle, Indian freedom fighter could free our country from the British rule on August 15, 1947. This day celebrated every year as our Independence Day. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യങ്ങൾ ആരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്? ബ്രിട്ടീഷുകാരായിരുന്നില്ലേ. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് എന്ത്, ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്നാണത്? 15th August 1947. നെക്സ്റ്റ് ഗാന്ധി ജയന്തി. We celebrate 2nd October Gandhi Jayanti, the father of our nation. Mahatma Gandhi was born on this day. October 2 നമ്മൾ ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഗാന്ധിജി മഹാത്മാഗാന്ധിജി ജനിച്ച ദിവസമാണ് നമ്മൾ ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഡു യു നോ ഇൻ June 2021 the Jammu and Kashmir Lieutenant Governor Manoj Singh announced that the administration has completely transited to e-office. This ends the practice of the bill-annual Badar move, that is, the practice in which the government functions for 6 months each in the two capitals of Srinagar and Jammu. The Hindu, July 5, 2001. 2001 വന്നൊരു ഹിന്ദുവിൽ വന്നൊരു ന്യൂസ് പേപ്പർ കട്ടിങ് ആണല്ലേ നമുക്ക് ജമ്മു കാശ്മീരിൽ ഈ ഓഫീസ് സംവിധാനം വന്നത്. എവറി 6 months കൂടുമ്പോഴത്തേക്ക് ഈ ഒരു ഫംഗ്ഷൻസിൻ്റെ എന്താണ് ഗവൺമെൻറ് ഈ ഒരു ഫംഗ്ഷൻസ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ടാണ് ജമ്മു കാശ്മീരിൽ വന്നൊരു അനൗൺസ്മെൻറ്റ്. ഓക്കെ, ആൻഡ് ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്.